ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഞാൻ എന്താ പുതിയൊരു രാജ്യത്തേക്ക് പോവാണ്. അതിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെതാ പെട്ടിയുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എഴുത്തും കുത്തലൊക്കെയാണ്. എൻ്റെ ബ്രദറാണ് കേട്ടോ എഴുതി തരുന്നത്. ഞാൻ ഇങ്ങനെ വേറൊരു കൺട്രി വിസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇതിനു മുന്നേ. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെയൊന്നും പോയിട്ടുമില്ല. അപ്പം പുള്ളിക്കാരൻ ഒരുപാട് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എഴുതിക്കോട്ടെ. ഫാദറാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഫാദർ പറഞ്ഞിടാ എഴുതി കൊടുക്ക്, അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. അങ്ങനെ പുള്ളിയും പിന്നെ എൻ്റെ സിസ്റ്ററും ഇതിനു മുന്നേ UAE പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പെട്ടിപ്പൂട്ടലെല്ലാം കഴിഞ്ഞ് എൻ്റെ വാപ്പിച്ചി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതെന്റെ ഫ്രണ്ടാണ്. അപ്പോൾ വാപ്പായും ഫ്രണ്ടും അനിയത്തിമാര് രണ്ടുപേരും കൂടി ആയിട്ടാണ് എയർപോർട്ടിൽ എന്നെ ആക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ നോമ്പൊക്കെ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് നോമ്പുണ്ടായിരുന്നു. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്, ബോർഡിംഗ് പാസ് എടുക്കല്, ഒരുപാട് കാര്യമായിട്ട് ടയേർഡായി പോയി. അറ്റ് ലാസ്റ്റ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുന്നതാണ്. എൻ്റെ പൊന്നെ, എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത പരിപാടി എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു ആ ദിവസം. അതിൻ്റെ ഇടയ്ക്ക് റഷായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ ഓടി കിടക്കുന്നതൊക്കെ എല്ലാമായിട്ട് ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പോൾ എൻ്റെ സിസ്റ്ററായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ സിസ്റ്ററിന് 2 പിള്ളേരാണ് ഉള്ളത്. അപ്പം അവരുടെ കൂടെയാണ് ഞാൻ ഇപ്രാവശ്യം UAE വന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ടു UAE. അങ്ങനെ ഇൻഡിഗോ ഫ്ലൈറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻഡിഗോയിൽ നമുക്ക് ഒരു 9:50 നൈറ്റ് ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എല്ലാ സെക്യൂരിറ്റിയും ചെക്കിങ് കഴിഞ്ഞ് കയറി. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതെല്ലാം പത്തിരിയും ബീഫും ഉമ്മച്ച് തന്നിട്ടൊക്കെ കഴിച്ചു. ആശ്വാസമായി ഇരുന്നപ്പോഴാണ് അറബ് രാജ്യത്തെത്തി കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം എൻ്റെ ഉമ്മച്ചി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്ക്, എടി UAE അല്ലെന്നുണ്ടെങ്കിൽ അറേബ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭാഗ്യം വേണം, അതിനൊരു പ്രത്യേക ഭാഗ്യം വേണമെന്ന് ഉമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് വിൻഡോ സൈഡിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അതാണ് മൈൻഡിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഫാമിലിയൊക്കെ ഒന്ന് മിസ്സായി, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ ആ ടൈമിൽ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയും ദൂരമൊക്കെ മാറി നിൽക്കുന്നത്. ഞാൻ മാറി നിന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം വേറൊരു രാജ്യത്തേക്ക് ഒറ്റയ്ക്ക് മാറിയിരിക്കണേ. നമുക്ക് ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ, ഞാൻ UAE വരാൻ ഉദ്ദേശിച്ചെങ്കിലും ആദ്യം എത്തിച്ചേർന്നത് ഒമാനിലാണ്. ഒമാൻ രാജ്യം കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു കൊണ്ടിട്ട് റാസൽ കൈമ ഇനിഷ്യലി നമുക്ക് ലാൻഡ് ചെയ്തില്ല. ഒരു 1 day ഡിലേ ആയിട്ടാണ് ലാൻഡ് ചെയ്തത്. സോ അവർ നമുക്ക് നല്ലൊരു ഹോട്ടൽ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. നല്ല ഫെസിലിറ്റി ഉണ്ടായിരുന്നു ഈ ഹോട്ടൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലഗേജ് വെക്കാനൊക്കെ പ്ലേസ് ഉണ്ടായിരുന്നു. അതെല്ലാം ലഗേജൊക്കെ തട്ടിക്കൂട്ടി ഇവിടെ ഇറക്കി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം എല്ലാവരും ഒമാൻ എന്നൊക്കെ പറയുമ്പോൾ കേരളം തന്നെയാണ്, കേരളം പോലെ തന്നെ ഇരിക്കണേന്നൊക്കെ പറയും. സ്റ്റിൽ എനിക്കിത് കുറേ ഡിഫറൻസ് ഫീൽ ചെയ്തു. അത്ര ഭയങ്കരമായിട്ട് കേരളമായിട്ട് അല്ല, UAE ടച്ച് തന്നെയാണ് ഇനിഷ്യലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ ഒരു സാമ്യം എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ വിസിറ്റ് ചെയ്യാനായിട്ടുണ്ടാവാം. മസ്കറ്റിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മസ്കറ്റ് എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഹോട്ടൽ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. സോ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ബി ഹിയർ ബിക്കോസ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് ഇവിടെ ഞാൻ എന്താ പറയുക അച്ചീവ് ചെയ്ത് നിൽക്കുന്നത്. സ്റ്റിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഈ മൊമെൻറ്റിൽ ഞാൻ ഒരുപാട്
ഹാപ്പിയാണ്. സോ ബിക്കോസ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവും. സ്റ്റിൽ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവ് സൈഡ് മാത്രമാണ്. കാരണം ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ നടന്നതെന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നല്ല ഫെസിലിറ്റിയുള്ള റൂംസ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടൊക്കെ ഉള്ള ഫെസിലിറ്റി അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുണ്ടോ, ഇവിടെ നല്ല ലാപ്പൊക്കെ വെച്ച് കുറച്ച് നേരം ഇരുന്ന് വർക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഞാൻ ഈ വിൻഡോ സൈഡിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഇറ്റ്സ് ഡിഫറെൻറ്റ്. സൂപ്പർ ബെഡായിരുന്നു. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ രണ്ടാമത്തെ മോനാണ്. ഭയങ്കര കാറലും വികൃതിയാണ്. എനിക്ക് ആ ഒരു ലൈഫായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു. സ്റ്റിൽ ഐ ആം സോ അഡാപ്റ്റബിൾ. എനിക്ക് പെട്ടെന്ന് എല്ലാ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലി ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഐ ആം സോ ഫൈൻ നൗ. അപ്പം എനിക്ക് മസ്കറ്റിലെ സൺസെറ്റ് കാണാൻ പറ്റിയതെന്നുള്ള ഒരു സന്തോഷവും എൻ്റെ മൈൻഡിൽ നന്നായിട്ടുണ്ട്. എനിക്ക് അങ്ങനൊരു രാജ്യത്ത് ആദ്യം കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ റാസൽ ഖൈമയിലേക്ക് എത്തിയത്. ആദ്യം മസ്കറ്റിൽ പോകാൻ പറ്റി. അങ്ങനെ ഒരു രാജ്യത്തേക്ക് പോകേണ്ട ഞാൻ 2 രാജ്യം കണ്ടു എന്നുള്ള ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ലുലു ഹൈപ്പർ മാർട്ട്, പിന്നെ റാഡിസൺ ബ്ലൂ ഹോട്ടൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തന്നെ നമുക്ക് അവിടുത്തെ സാമ്യമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ ഒരു സർവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാലും അതേ ഫെസിലിറ്റി കിട്ടും. അത് ഒരു ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ 1 ഡേ ആണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 6:30 ആയപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. അടുത്ത റാസൽ ഖൈമ വിശേഷമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.